ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മൾ നിൽക്കുന്നത് വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ. ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു കിടിലം ക്ഷേത്രമാണ് ഈ വർക്കല ക്ഷേത്രം. വർക്കല ക്ഷേത്രം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഇവിടെയാണ് വരുന്നത്. വർക്കല ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടെങ്കിലും വർക്കല ക്ഷേത്രം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും മനസ്സിന് ആദ്യം ഓടിയെത്തുന്ന ഈ ഒരു അമ്പലമാണ് കേട്ടോ. ഇവിടെ ഇരിക്കുന്നത് വിഷ്ണു ഭഗവാനാണ്. വിഷ്ണു ഭഗവാന്റെ എന്തും സാധിച്ചു തരുന്ന ഒരു മൂർത്തി രൂപമാണ് ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ശിവദേവനുണ്ട്, ബാക്കിയുള്ള ഒരുപാട് പ്രതിഷ്ഠകളും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഇവിടെ തുറന്ന് പറയാൻ പറ്റും. ഉടനെ പരിഹാരം കിട്ടുന്ന ഒരു ക്ഷേത്രമാണ് എന്നാണ് വിശ്വാസം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലേക്ക് ഒന്ന് പോകാം. നമ്മൾ അമ്പലത്തിനകത്ത് കയറുന്നില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് പുറത്ത് വേറൊരു കാര്യത്തിലൂടെ വന്നപ്പോഴത്തേക്ക് ഈ ക്ഷേത്രം കൊണ്ട് നിന്ന് എടുത്ത് നമ്മളെ ഫ്രണ്ട്സിനെ കാണിക്കാമെന്ന് കരുതി. അതാണ് നമ്മൾ ഇവിടെ വന്ന് എടുത്തത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടിപൊളി ക്ഷേത്രമാണ്. ട്രിവാൻഡ്രത്ത് ക്ഷേത്രമുണ്ട് വിഷ്ണു ഭഗവാന്റെ. അത് കഴിഞ്ഞാൽ അടുത്ത ഫേമസ് ആയിട്ടുള്ള അമ്പലം തന്നെയാണ് ഇത് കേട്ടോ. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ അകത്തൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. ഒരുപാട് സ്പേസ് ഉണ്ട്. നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്യാൻ ഇവിടെ പറ്റും കേട്ടോ. എത്ര തിരക്കാണെങ്കിലും നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും. അതിനൊക്കെ തന്നെ അടുത്ത് വലിയൊരു മരം നിൽപ്പുണ്ട്. നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വളരെ അടുത്താണ് നമ്മളെ പാവനാശവും അതിനൊക്കെ തന്നെ ഹെലിപ്പാഡൊക്കെ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പോകാൻ പറ്റും. ഇവിടെ വരുന്ന സമയത്ത് തന്നെ പോകാൻ പറ്റും. അതിനൊക്കെ നമ്മളെ ബലിതർപ്പണമൊക്കെ നടത്തിയിട്ട് നമ്മൾ നേരെ ഈ അമ്പലത്തിലേക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. ഉള്ള ഒരു വലിയൊരു ക്ഷേത്രമാണ് കേട്ടോ. പിന്നെ അത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പഴയ രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു രീതിയിലാണ് ഇവിടെ നമുക്ക് തോന്നുന്നത്. ഒരുപാട് നേരം ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ. നമ്മൾ ഇത്ര നേരം കിടന്നത് ഫ്രണ്ട് സൈഡാണ്. അപ്പോൾ അവിടെയും വണ്ടി ചെല്ലും, നമുക്ക് അവിടെ വഴിയും പോകാൻ പറ്റും. ഇത് ബാക്ക് സൈഡാണ്. ഇപ്പോൾ ഈ റോഡെന്ന് പറയുന്നത് നമ്മുടെ പാവനാംശ റോഡാണ് കേട്ടോ. നമുക്ക് ഈ റോഡ് വഴി നേരെ പോയാൽ നമുക്ക് പാവനാശത്ത് എത്താൻ പറ്റും കേട്ടോ. ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ കുളം, അമ്പലക്കുളമാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ ഇറങ്ങി വന്ന് കുളിക്കുന്നുണ്ട് കേട്ടോ. നല്ല സ്ഥലമാണ്. പണ്ടൊക്കെ നമ്മളൊക്കെ ഇവിടെ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മളൊക്കെ ഒരുപാട് കുളിച്ചിട്ടുള്ള ഒരു അമ്പലക്കുളമാണ്. അതൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇത്രയൊക്കെ മോഡിഫൈ ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് മോഡിഫൈ ചെയ്ത് ഗ്രില്ലും കാര്യങ്ങളൊക്കെ വെച്ചു കേട്ടോ. എന്തുകൊണ്ട് കിടിലമാണ്. അപ്പോൾ നമ്മൾ കൊല്ലം ട്രിവാൻഡ്രം ഉള്ള ഫ്രണ്ട്സിനൊക്കെ ഇതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ കാണും. ഇപ്പോൾ ഈ പാലക്കാട്, തൃശ്ശൂർ, അങ്ങോട്ട് നമ്മൾ ദൂരമുള്ള ഫ്രണ്ട്സൊക്കെ തീർച്ചയായിട്ടും ട്രിവാൻഡ്രം സൈഡൊക്കെ വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് ഈ ക്ഷേത്രമാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു അടിപൊളിയായിട്ടുള്ളൊരു മനസ്സ് സുഖം കിട്ടുന്ന ഒരു ക്ഷേത്രമാണിത്. പിന്നെ അതേ കണക്ക് തന്നെ ഇതിന് തൊട്ടപ്പുറത്താണ് പാവനാശ കടൽ തീരം. അതിനൊക്കെ എൻ്റെ അപ്പുറത്താണ് നമ്മളെ ഹെലിപ്പാഡ് കിടക്കുന്നത്. പിന്നെ കുറച്ച് ദൂരം ചിലപ്പോഴത്തേക്ക് കാപ്പിൽ കിട്ടും കേട്ടോ. അങ്ങനെ ഒരുപാട് നമുക്ക് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് നമ്മുടെ വർക്കല ഏരിയ എന്ന് പറയുന്നത്. ഞാനൊരു വർക്കലക്കാരനാണ്. ഓക്കെ ഫ്രണ്ട്സ്, അതുകൊണ്ട് പറയുന്നതല്ല കേട്ടോ. ശരിക്കും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വർക്കല. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വർക്കലയുണ്ട്, ചിറങ്കിലുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒരു വിശിഷ്ടമായ ഒരു അമ്പലമാണ് ഈ ജനാർദ്ദന സ്വാമി ക്ഷേത്രം വർക്കല എന്ന് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെയുള്ള കിടിലം വീഡിയോസിലായിട്ട് നമ്മളൊന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത് അവിടെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം, അതായത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡാണ്. മാത്രമല്ല ഇതിൻ്റെ അപ്പുറത്ത് ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ക്ഷേത്രങ്ങൾ മാത്രം വിസിറ്റ് ചെയ്യാൻ വരുന്ന ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അനുഭൂതി തന്നെയായിരിക്കും കേട്ടോ ഈ ക്ഷേത്രത്തിനകത്ത് കയറി കാണുമ്പോഴൊക്കെ. നമ്മൾ ഇന്നകത്ത് പോകുന്നില്ല, തീർച്ചയായിട്ടും വേറെ ദിവസം അകത്ത് പോകുന്നതാണ്. അതിൻ്റെ ഒരുപാട് വീഡിയോസ് കവർ ചെയ്യുന്നതാണ്. ശരിക്കും പറഞ്ഞത് സമയമില്ല. അപ്പോൾ ജസ്റ്റ് വന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് എടുത്ത് നമ്മുടെ ഫ്രണ്ട്സിനെ ഒന്ന് കാണിക്കാമെന്ന് കരുതി ഇങ്ങോട്ട് വന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമുക്ക് തിരിച്ചു പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ. അത് നേരത്തെ കാണുന്നത് ഫ്രണ്ട് സൈഡാണ്. അപ്പോൾ ദേ വരുന്ന കേസ് ഇതുപോലെ ഉള്ള അടിപൊളി അടുത്തൊരു വീഡിയോ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.